അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഈ ഒരു വീഡിയോ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബർ ചാനലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുഹരി അൻസാരി ഉസ്താദ് എന്ന ഒരു മനുഷ്യനെയും വേറെ 2-3 പേരെയും നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെ തന്നെ ഒരു പൗരൻ കേസ് കൊടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇത്തിരി സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഏതായാലും ഈ വീഡിയോ എല്ലാവരും കാണുക. സഹോദരന്മാരെ, ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ ആമുഖമായിട്ട് എനിക്ക് പറയേണ്ടത് വെച്ചെങ്കിൽ ഇന്ത്യ രാജ്യം ഒരു വലിയ ജനങ്ങൾ താമസിക്കുന്ന രാജ്യവും ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയൊക്കെ ഉള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തിന് ഉണ്ടാക്കിയത് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും മുൻഗാമികളായ ആളുകൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിന് എന്നിട്ടൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്നത് എല്ലാവർക്കും തുല്യനീതിയാണ്. അതേ കവിഞ്ഞ് ഇവിടെ ആർക്കും ഒരു പ്രത്യേകിച്ചിട്ട് ഒരു പ്രവർത്തനം നടത്താൻ സാധ്യമല്ല. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അത് മറ്റുള്ളവർക്കും അതുപോലെ ചെയ്യാം. അവിടെയാണ് അതിൻ്റെ വശങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഭരണഘടന അനുവദിച്ചത് പൗരൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ അതുമാത്രം ചെയ്യുക, അല്ലാത്തതെല്ലാം നീതിപീഠത്തിലേക്ക് നമ്മൾ അറിയിക്കുക. ഇതാണ് ഇവിടെ ഈ രാജ്യത്തിൻ്റെ സ്നേഹികൾ എന്ന് പറയുന്നതിൻ്റെ വശങ്ങൾ. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ ഇവിടെ നമ്മുടെ ഈ യൂട്യൂബർമാർ ഏകദേശം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ആ ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചില ആളുകൾ ചെയ്യുന്നതിനെ അത് നാവ് കൊണ്ടങ്ങോട്ട് അതിന് മറുപടി പറയും. അപ്പം നാവ് കൊണ്ട് മറുപടി പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതേ നാവ് കൊണ്ട് തന്നെ തിരിച്ചിട്ട് അതിന് ആ സംഭവത്തിന് നേരിട്ട് മറുപടി കൊടുക്കണം. അതാണ് അതിൻ്റെ മാന്യത. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളതല്ല. നമ്മളിവിടെ കാണുന്നത് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന തെറ്റ് കണ്ടാൽ അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൽ ആയുധം കാണിക്കൽ, അതുപോലെ തന്നെ മറ്റേ കോടതി കയറ്റും, അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കും, എല്ലാം അന്വേഷിച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ ജോലി ഉസ്താദിൻ്റെ മുകളിൽ മറ്റേ 2-3 ചാനൽമാർക്ക് കേസ് കൊടുത്തപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ പ്രത്യേകിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കൊടുത്ത വ്യക്തി എന്നെ നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ആളെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണല്ലോ അറിയേണ്ടത്. അപ്പോൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴല്ല, ഒരുപാട് കേസുകൾ കൊടുത്തിട്ട് പാരമ്പര്യമുള്ള ഈ ചങ്ങായിയാണ് ഈ മൂപ്പർ. കാര്യം കൊടുത്ത ആളോ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ട് ആ ആയുധങ്ങളൊക്കെ മുസ്ലിങ്ങളെ നേർക്ക് പ്രദർശിപ്പിച്ചിട്ട് കാണിച്ചിട്ട് ഇതൊക്കെ മുസ്ലിങ്ങളെ കൊല്ലാണെന്നുള്ളൊരു സാധനം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തരും. അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളെ തുടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1000-ഓളം ശൂലം കൊടുക്കാൻ തയ്യാറെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിരിക്കും. യഥാർത്ഥത്തിൽ അതിന് എനിക്ക് പറയുള്ളത് അത് ഹിന്ദുക്കളാണ് അതിന് മറുപടി പറയുന്നത്. കാരണം വെച്ചാൽ ഈ ശൂലം എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനുള്ളതൊന്നുമല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തേക്ക് ഈ ശിവൻ്റെ മറ്റും ഒരു ആയുധം തോന്നുന്നു. നിങ്ങളാട്ടെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഭഗവാന്റെ ഒരു ആയുധമായിട്ടാണ് നമ്മളത് കാണാറ് സാധാരണ. പക്ഷേ അതൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീഷണിയായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയേണ്ടതായിരുന്നു. നല്ലവരായ ഹിന്ദു സഹോദരന്മാരാണ് മറുപടി പറഞ്ഞിട്ട്, നമ്മളല്ല. പക്ഷേ എന്നിരുന്നാലും മുസ്ലിങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അതിന് ചില മുസ്ലിങ്ങൾ മറുപടി അങ്ങോട്ട് പറയുന്നത്, അല്ലെങ്കിൽ ചില ചാനലുകാർ മറുപടി പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മറുപടി പറയുന്നതാണോ തെറ്റ്, അല്ലെങ്കിൽ ഈ ആയുധം കാണിച്ചിട്ട് മറ്റുള്ള സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതാണോ തെറ്റ്? അതാണോ തീവ്രവാദം, ഭീകരവാദം, ദേശദ്രോഹം, അല്ലെങ്കിൽ ഈ സ്വയം നാവ് കൊണ്ട് നീ അങ്ങനെ ഞങ്ങളോട് പറയരുതെന്ന് പറയുന്നതാണോ ഭീകരവാദം, തീവ്രവാദം, രാജ്യദ്രോഹം? ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് കേൾക്കുന്നത് ഇത് എന്താണ്, എവിടത്തേക്കാണ് ഈ നാട് പോകുന്നുള്ളത്? കുറേ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് മുസ്ലിങ്ങൾക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ മുസ്ലിങ്ങൾക്ക് ആയുധം ഉണ്ടാക്കിയിട്ട് ഇത് ഹിന്ദുക്കൾക്കെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഇവനുണ്ടാക്കുന്ന ആയുധം പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ആയുധം കിട്ടാത്തതുകൊണ്ടാണ് ഈ ആയുധമൊന്നും ഉണ്ടാക്കിയിട്ട് വെക്കാത്തത്. അപ്പോൾ ഇവിടെ ഭരണഘടന അനുസരിക്കുന്ന ആളാർ ഇവനൊക്കെ ഈ ഇങ്ങനെ ആയുധ പ്രദർശനമൊക്കെ നടത്തിയിട്ട് ഇതൊക്കെ മുസ്ലിങ്ങൾക്കെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചിട്ട് നാവ് കൊണ്ട് പറയുന്നത്? മുസ്ലിങ്ങൾ നാവ് കൊണ്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന്? ഭരണഘടനയും ഇവിടുത്തെ നീതിപീഠത്തിനും ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവനെ പോലെ തന്നെ നമ്മൾക്കത് ഇവിടെ ആയുധം കിട്ടൂലേ?
അല്ലെങ്കിൽ ഇവനെ പോലെ തന്നെ ആളെ കൂടെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് ആളെ കൂട്ടിക്കൂടെ? ഇതിപ്പം ഇവൻ ഒറ്റക്കൊന്നും പറയുന്നതല്ല, ഇത് പിന്നിൽ കുറേ ആളുണ്ടാവും. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ശൂലം കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഒറ്റക്കൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നല്ല. ഇവരെ പിന്നിൽ എല്ലാവരും ഉണ്ട്. അത് ആരും ഒരാളിങ്ങനെ അല്ലെങ്കിൽ ആയുധം സംഘടിക്കുന്നതോ? നമ്മളിന്ന് വീട്ടിലൊരു മെഡിക്കേഷനും ഇല്ലല്ലോ. അപ്പോൾ ഈ ആയുധം സംഘടിപ്പിക്കുന്നതോ? ആളില്ലാതെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതല്ല. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം തന്നെ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ചില ആളുകളും യൂട്യൂബർമാർ പല ആളുകളും ഈ ഇദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം കണ്ടിട്ട് ചിലപ്പോൾ നാവ് കൊണ്ട് മറുപടി പറയുന്നത്. ഈ നാവ് കൊണ്ട് മറുപടി പറയുന്നത് എങ്ങനെയാണ് ഭീകരവാദം തീവ്രവാദിയാകുന്നത്? ഈ അസീർ ഉസ്താദിനെ ദൂരി ഉസ്താദിനെ ഭീകരവാദിയും തീവ്രവാദിയെന്നും ദേശദ്രോഹിയെന്നും പറ്റി കേസ് കൊടുത്ത് എറിഞ്ഞു. അപ്പോൾ ഇവൻ കാണിച്ച ആയുധങ്ങളും പ്രദർശനവും ഈ പറയുന്ന വാക്കൊന്നും തീവ്രവാദം ഭീകരവാദമൊന്നും അല്ല. അസീർ ഉസ്താദ് നാവ് കൊണ്ട് അങ്ങോട്ട് പറയുന്നത് തീവ്രവാദം ഭീകരവാദം രാജ്യദ്രോഹം. ഇതിൻ്റെ പൊയിലൊന്നും മനസ്സിലാകുന്നില്ല. കേസ് കൊടുത്താൽ കേസ് എടുക്കുന്നില്ല എന്നും പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഞാൻ സംസാരിക്കുന്ന ഉദ്ദേശം എന്ത് അറിയുമോ? എനിക്ക് ആ സഹോദരനോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. നിങ്ങൾ എല്ലാവരും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഇവിടെ കുറേ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഏതെങ്കിലും ഒരു സമുദായത്തിനെ നശിപ്പിക്കണമെന്ന് നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ആയുധം കാണിച്ചതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നമ്മൾ ഈ രാജ്യത്തിൻ്റെ സേവനമാകുന്നില്ല. രാജ്യത്തിൻ്റെ സേവനം എന്താണ്? ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നാവ് കൊണ്ട് പറയൽ, അതല്ലെങ്കിൽ അതിനപ്പുറം നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് കേസൊക്കെ ആക്കിയിട്ട് അത് പോലീസിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കോടതിയായിട്ട് ആ കേസുകളെ തീർപ്പാക്കൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ കുറേ ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിട്ട് ഇതെല്ലാം ഹിന്ദുക്കളെ കൊല്ല എന്ന് പറയുന്നത് എവിടെയും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാരെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹിന്ദുക്കളാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഒരുപെട്ട ചില ആളുകൾ ഈ ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വികൃതമാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരല്ലേ ഈ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യദ്രോഹികളും തീവ്രവാദിയും ഭീകരവാദികളൊക്കെ. അപ്പോൾ എനിക്ക് ആ സാധാരണ പറയാനുള്ളത്, ഈ ആയുധം വെച്ച് പ്രദർശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആയുധം കാണിച്ചിട്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ നടക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ മുസ്ലിങ്ങളെ ആയുധം കൊണ്ട് ദ്രോഹിച്ചല്ലോ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം. എന്നെ ആയുധം കൊണ്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഇവിടെ മുസ്ലിങ്ങളായിരിക്കും പേടിച്ച് ജീവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ആയുധത്തിനൊരു വിശ്വാസമുണ്ടോ? അതുമില്ല. അപ്പം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്ത് ആയുധം വാങ്ങാൻ ആളില്ല ഇറ്റോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാൻ പറ്റുക? അതുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്നതായിട്ടാണ് മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. കാരണം ഇവരൊക്കെ നിങ്ങളെപ്പോലെ ഇതുപോലെ ആയുധമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ? അപ്പോൾ അതല്ലാതെ സമയത്ത് അർഹിക്കാത്ത തെറ്റ് ചെയ്യുന്ന ആളോട് അതിനനുസരിച്ച് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ NIA പിടിക്കും, അല്ലെങ്കിൽ മറ്റേ CBI വരും, മറ്റൊരു വരും, ഇവർ വരും, കേസാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതൊരു അവകാശപ്പെട്ട കാര്യങ്ങളാണോ? നിനക്കായിട്ട് മാത്രം ഈ ആ ചങ്ങായിക്ക് മാത്രം അങ്ങനത്തെ ഒരു നിയമം ഉണ്ടോ ഇവിടെ ഇന്ത്യ രാജ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദുരിതസ്ഥക്ക് കേസ് കൊടുത്ത് നിറഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് വിഷമമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ യൂട്യൂബറാണ് പറയുന്നത്. എൻ്റെ പേര് അബ്ദുള്ള കാസർഗോഡ് എന്നാണ് ഞാൻ എൻ്റെ ട്യൂബിൽ ഞാൻ പറയാറ് സാധാരണ. എന്നെല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ എൻ്റെ മുകളിൽ ഒരു കേസ് കൊടുത്തോ. ഞാൻ ഇപ്പോൾ ഈ സംഭവം പറഞ്ഞതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ പറഞ്ഞ ഇപ്പം തീവ്രവാദം തന്നെയല്ലേ. നിന്നെപ്പോലെ തന്നെ ഇവനെപ്പോലെ തന്നെ ആയുധമൊക്കെ ശേഖരിച്ചിങ്ങനെ വെച്ചിട്ടേറ്റ് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് കൊല്ലാമെന്ന് പറയുന്നതല്ലേ രാജ്യസ്നേഹം. ഏതായാലും ദയവ് ചെയ്തിട്ട് ഈ രാജ്യത്തിൽ കലാപം ഉണ്ടാക്കാതെ കണ്ട് ഈ രാജ്യത്തിൽ നമ്മൾ കേരളം എന്തെങ്കിലും ഒരു നല്ലൊരു സാഹോദര്യത്തിൽ ജീവിക്കുന്ന രാജ്യമാണ്. അവിടെ ശാന്തി സമാധാനത്തോട് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒന്നും അനാവശ്യമായിട്ട് ഒന്നും പറയാതെ കണ്ട് നമ്മൾ തമ്മിൽ തല്ലി മരിക്കുന്ന അവസ്ഥ ഇല്ലാക്കാതെ കണ്ട് സാധ്യയുടെ സമാധാനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ സഹോദരനോടൊക്കെ പറയാനുള്ള വിദ്വേഷമൊന്നുമില്ല അദ്ദേഹത്തിനോട്. പക്ഷേ ഇതൊന്നും ശരിയല്ല. അല്ലാതെ കണ്ട് അത് എതിർക്കുന്നതിൻ്റെയൊക്കെ ആശയം കൊണ്ട് എതിർക്കാതെ കണ്ട് തിരിച്ചിട്ട് കേസ് കൊടുക്കുന്നതല്ല മാന്യത. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഭരണഘടന ബഹുമാനിക്കുന്നതുകൊണ്ടും ഈ രാജ്യം സ്നേഹിക്കുന്നുണ്ട്. അത് തിരിച്ചങ്ങനെ ചെയ്യാനും അങ്ങനെ സംഭരിക്കാനും നിൽക്കാത്തതെന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ഏതായാലും അങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ വേണമെങ്കിൽ എന്നും കൂടി ഉൾപ്പെടുത്തിക്കോട്ടെ ഒരു കേസിൽ വേണമെങ്കിൽ. കാരണം ഈ സത്യം പറയുന്നവരൊക്കെ തീവ്രവാദിയാണെങ്കിൽ പിന്നെ ഞാൻ തീവ്രവാദി തന്നെയല്ലേ, എന്നും കൂടി ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഏതായാലും എന്നിൽ തെറ്റുവിട്ടുണ്ടെന്ന് ക്ഷമിക്കണം. എല്ലാവരും രാജ്യത്തിൻ്റെ ശാന്തിക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന മാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി പറഞ്ഞു നിർത്തുന്നു. ഇന്ന് തെറ്റുവിട്ടുണ്ടെന്ന് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.